ആരൊക്കെ അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അനുമോളെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അനുമോളെ റിയാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നു, ഓരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളൂ. പക്ഷെ ആരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അനുമോളെ കൂടെ നിന്നിട്ടുണ്ടോ, അവരൊക്കെ ഇപ്പം ഭയങ്കര പോസിറ്റീവാണ്. എക്സാമ്പിൾ ഇവറ്റകളുടെ കരച്ചിൽ ഇപ്പോഴും കഴിഞ്ഞില്ല. ഇതെന്താണ് ഒന്ന് കഴിഞ്ഞ് മാലപ്പടക്കം പോലെ അടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബിന്നി കരച്ചല്, അത് കഴിഞ്ഞ് ശൈത്യയുടെ വെല്ലുവിളി, അഹങ്കാരം, ജലസ്, ഇപ്പതാ വീണ്ടും. അത് ഏറ്റവും കൂടുതൽ വീട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് റണ ഫാത്തിമയാണ് തോന്നുട്ടോ. ഈ റണ ഫാത്തിമ ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവും പോകുന്നുണ്ട്. അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തതാണെന്നുള്ളതാണ്. അനുമോളുടെ കുറച്ച് ഊളത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ച എന്ത് കുഴപ്പമുള്ളത്? ബിഗ് ബോസിനകത്ത് കാണിച്ച കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. പുറത്തെ കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? പുറത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? അനുമോളാണ്. ഭക്ഷണം വെക്കാൻ അറിയില്ല. ഒരു 10-25 കുക്കറി ഷോന്റെ വീഡിയോ ആണ് പുറത്തേക്ക് വന്നു. ഇതൊക്കെ അനുമോളുടെ PR-ന്റെ ആൾക്കാർ വെളുപ്പിക്കുകയാണ് അതിനെന്താ എന്നുള്ളത്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ദൈവത്തെ പിടിച്ച് സത്യം പെട്ട് കഴിഞ്ഞാൽ, നമ്മളൊക്കെ അങ്ങനെയാണ്, ദൈവത്തെ പിടിച്ച് സത്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യില്ല. ഞാൻ പൈസ കൊടുത്തിട്ടില്ല, ദൈവങ്ങളാണ് സത്യം എന്ന് പറഞ്ഞ അനുമോളാണ് പിന്നെ പൈസ കൊടുത്ത കഥ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വിടുന്നത്. റണ ഫാത്തിമ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ കരച്ചലിനെ കുറിച്ച് പറഞ്ഞ തമാശക്കാണ്. അവൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അനുമോളുടെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവരാരായി നെഗറ്റീവായി. തുടർന്ന് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഈ കുട്ടി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ തന്നെ കാണാം, ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോള് ജയിക്കും. അതും റീ എൻട്രി വന്നതിന് ശേഷമല്ല അവർ കോൺഫിഡൻസോടെ പറയുന്നത്. ഈ റീ എൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണം ആയിട്ടുണ്ട്. അത് ഇവരൊരു കച്ചിത്തുരുമ്പായി എടുത്തിട്ട് ലൈക്ക് റീ എൻട്രി വന്നതുകൊണ്ടാണ് അനുമോള് ജയിച്ചത് എന്നൊരു റീസൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ മുന്നേ അനുമോളെ PR ആയിട്ടുള്ള ഈ വീഡിയോയും അനുമോളെ ടോക്സിക് ആർമിയും വാട്ടർ ഇറ്റ് ഈസ് ഫാൻസും എല്ലാവരും പറയുന്നുണ്ട് അനുമോളോട് ജയിക്കാൻ. അപ്പൊ അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ദാറ്റ് അനുമോള് ജയിക്കും. അനുമോൾ എത്ര ഡേറ്റ് ഗെയിം കളിച്ചാലും ഒരു കുഴപ്പമില്ല. അത് പോയിന്റ്. വിനു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് കൃത്യമായി ബിഗ് ബോസിനകത്ത് നിന്നും ഡാറ്റ കിട്ടുന്നുണ്ട്. ഈ ആഴ്ച അനുമോളുടെ വോട്ട് കുറവാണ്, ബൂസ്റ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് വിനുവിന് കിട്ടുന്നത്? ബിനു PR വർക്കുകളായിട്ട് കാലങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബിഗ് ബോസിൽ അവർക്ക് വോട്ട് കുറവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വോട്ട് ബൂസ്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്ന കഥയൊക്കെ ആള് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇവിടെ ബിഗ് ബോസിന്റെ വിന്നർ ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ അനുമോളാണ് വിജയിച്ചത് എന്നുള്ള കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ തന്നെയല്ലേ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ ബിഗ് ബോസിലെ ലാലേട്ടനെയൊക്കെ ഒരു രീതിയിലാണ് അവർ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മുന്നേ തന്നെ അത് അങ്ങനെ ചെയ്യുന്നത്. ഇതിനൊക്കെ ന്യായീകരിക്കാൻ ഇപ്പോൾ ആളുകളുണ്ടല്ലോ എന്നുള്ളതാണ്. തുടർന്ന് കേട്ടാട്ടെ. ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് മൈക്കിട്ട് ഞാൻ പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട്. എനിക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അത്രയും ദൈവവിശ്വാസിയായിട്ടുള്ള അനുമോള് ദൈവത്തിനെ പിടിച്ചു വരെ സത്യം ഇട്ട് ഞാൻ PR കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഫേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഫേക്ക് ആയിട്ട് ഒരാൾ ബിഗ് ബോസ് ഉണ്ടായിരുന്നില്ല. ദൈവങ്ങളെ പിടിച്ച് സത്യമിട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ പിടിച്ച് സത്യം ഇടുക? അതായത് ഒരാളെ കൺവിൻസ് ചെയ്യിക്കണമെങ്കിൽ നിരന്തരമായ അമ്പലത്തിൽ പോകുന്ന ആളാണ് എന്നൊക്കെ അറിയുന്ന വ്യക്തികൾ അനുമോള് ദൈവത്തെ പിടിച്ച് സത്യം ഇട്ടാൽ നമ്മൾ വിശ്വസിക്കില്ലേ? എത്ര ആളുകളെയാണ് പറ്റിച്ചത്? എത്ര വിശ്വാസികളായ ആളുകളെ പറ്റിച്ചിട്ടുള്ളത്? അതായത് 1 രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല, ദൈവങ്ങളാണ് സത്യമെന്നാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്. ഇതിനെയൊക്കെയാണ് കള്ളത്തരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ പോലെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു വരുന്ന ആളുകൾ, അതൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. അവരൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ദൈവമാണ് സത്യം, ഞാനത് ചെയ്തില്ല എന്ന് സത്യമാണെങ്കിൽ പറയും. അനുമോള് പറഞ്ഞത് നുണ, 1.5 നുണ, കല്ല് വെച്ച നുണ. ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അനുമോള് പറഞ്ഞു ഞാൻ 50,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഇനി 50 കൂടി കൊടുക്കാറുള്ളത്. അപ്പം ദൈവവിശ്വാസം എവിടെ? ദൈവത്തിനെ പിടിച്ച് സത്യത്തത് എവിടെ? അതൊക്കെ എവിടെ പോയി? അഞ്ജന ചോദിച്ചപ്പം പറഞ്ഞു 16 ലക്ഷത്തിന്റെ കണക്ക് എവിടെ നിന്നും. ചിലപ്പോൾ ഞാൻ 15 ലക്ഷം എന്നായിരിക്കും പറഞ്ഞത്. അത് ഓൾറെഡി അനുമോളെ വായന വീണ് പോയി. തീർച്ചയായിട്ടും അഞ്ജനയുടെ അടുത്തുണ്ടായിരുന്ന ലൈൻ കട്ട് ഇന്റർവ്യൂ നിങ്ങൾ കണ്ടതല്ലേ? അനീഷേട്ടൻ പറഞ്ഞു ഒരു വാക്കും പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കിടന്ന് ഓടി കളിക്കുന്നില്ലേ? ഒന്നേ ചോദിക്കുന്നുള്ളൂ. അനുമോള് പറഞ്ഞ വാക്കുകളൊക്കെ കറക്റ്റ് ആയിരുന്നു, ഒക്കെ നുണകളായിരുന്നു. ഒരു സത്യമെങ്കിലും ചൂണ്ടിക്കാണിക്കും നിങ്ങൾ. എന്നിട്ട് ഡയലോഗ് അടിക്കാൻ ഞാൻ കളിച്ച് ജയിച്ചതാന്നുള്ളത്. ഒരു ക്യാപ്റ്റൻ പോലും ആവാത്ത എന്തൊക്കെ കാണിച്ചു കൂട്ടിരുന്ന ഏറ്റവും ഡിസർവ് ആയിട്ടിരുന്ന അനുമോളേക്കാൾ കൂടുതൽ നൂറയാണെന്ന് പറയേണ്ടി വരും. കുറച്ച് ഡേർട്ടി ഗെയിം കളിച്ചത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പറയേണ്ടി വരും. എന്തൊക്കെ വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നുണകൾ ഉണ്ടല്ലോ, ഈ നുണകൾ ഞാൻ പറയുന്നില്ല, തുടർന്ന് കേൾക്കണം. ലൈക്ക് അനുമോൾ അവിടെ പറഞ്ഞി, അതായത് ഒരു ആണും പെണ്ണും ഇങ്ങനെ ക്ലോസ് ആയി വന്ന് നിന്നാൽ എന്താ ചെയ്യുക? കിസ് ചെയ്യുന്നത്.
അവിടെ അസ്യൂം ചെയ്ത് ഇതിനെ പറ്റിയിട്ടൊന്നും അനുമോളെ ഫാൻസിനൊന്നും സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇത്രയും ഫേക്ക് അലിഗേഷൻ വെച്ചിട്ട് ഒരാളെ ഡിഗ്രേഡ് ചെയ്തതിനെ പറ്റിയിട്ട് പറയാനോ ഒന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ അനുമോളുടെ കൂടെ കുറെ ആളുകൾ നിന്നിട്ടുണ്ട്, അതിൽ ഞാനുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ടു എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ വിഷയം ഉണ്ടല്ലോ, അതായത് അനുമോൾ വരുന്ന സമയത്ത് ഒരു പുതപ്പ് മൂടി അവർ കിടന്നു, അത് അനുമോൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളത്. അതല്ല, അനുമോൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അവൾ കിടക്കുന്ന സ്ഥലത്ത് എല്ലാതും കാണാൻ കഴിയും, എല്ലാവരെയും കാണാൻ കഴിയും. അതിൽ അവൾ ഇന്ന് കണ്ട കാര്യമല്ല, കുറച്ചായി കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ അനുമോളുടെ ഭാഗത്ത് ഒരു 50% റൈറ്റ് ശരിയുണ്ട്, റൈറ്റ് അല്ല ശരിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ആര്യനും ഗീസയിലും പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അനുമോൾ വരുന്ന സമയത്താണ് അവർ പുതപ്പ് മൂടി കിടന്നിട്ടുള്ളത്. ആ ഒരു സമയത്തെ കാര്യമാണ് അനുമോൾ പറഞ്ഞതെങ്കിൽ അനുമോൾ പറഞ്ഞ നുണയാണ്. അല്ലാത്ത പക്ഷം ഞാൻ നിരന്തരമായി കണ്ടിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ വേറെ എന്തെങ്കിലും നമ്മളൊക്കെ അനുമോളോട് ഒന്ന് വിളിച്ചാൽ ആൾക്കാർ വരും, നിനക്ക് എന്ത് തരുമോ, നിനക്ക് അവളോട് അസൂയല്ല, നീ എന്തൊരു വിഷമാണ്, നീ ഒരു കട്ടപ്പാണെന്ന് പറഞ്ഞിട്ട്. കരയുന്നത് അത് ഡ്രാമയാണെന്ന് എനിക്കറിയാം. ഇയാൾ കരയുന്നത് ഡ്രാമയെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ എല്ലാ ദിവസവും പറയുമ്പോൾ ഡ്രാമ അല്ല, ഞാൻ ഒരു ദിവസം ഡ്രാമ. എന്താ ലൈക്ക് അനുമോള് എപ്പോഴും കരയുന്ന ഒരാളാണ്. അപ്പം ജിസയിൽ ഒരു പ്രാവശ്യം കരഞ്ഞപ്പോ അത് ഡ്രാമ. അപ്പൊ അനുമോൾക്ക് അറിയാം കരയുന്ന ഡ്രാമ ആണ്. എന്നിട്ടും അനുമോള് കരയുന്നത് ഡ്രാമ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർ എന്താ പറയുന്നത്, ഒരു പെണ്ണിന്റെ കണ്ണീരിന് നിങ്ങൾ ഇത്രോളം വില കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ. ഇത് പോയിന്റ് മോളെ, ഇത് പോയിന്റ്. ഇവിടെ അനുമോള് നൂറയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ബിൻസി വല്ലാണ്ട് കരയുന്നുണ്ട് എന്നുള്ളത്. കരച്ചിലൊരു വിഷയമുള്ളതല്ല, കരച്ചിൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിൻസി കരഞ്ഞ സമയത്ത് എന്താ പറഞ്ഞേ, അത്രേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് കരയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത്. കരച്ചിൽ നാടകം, കരച്ചിൽ റാണി എന്ന വാക്ക് അത് അനുമോൾക്ക് നന്നായി ചേരും. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ എന്ന് പറയുന്ന അനുമോള് എന്താണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്? ഈ 31 ലക്ഷം രൂപയുടെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ, ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ. ഓക്കെ, ഇനി അതൊന്നും പറയുന്നില്ല, കപ്പടിച്ച് അവര് റെഡി ആയി പോയി. ഇനി ബാക്കി കേൾക്കാം. അനുമോൾ എന്നെ അവിടെ പറഞ്ഞു നീ കരയുന്ന അവിടെ ഡ്രാമ ആണ്. അപ്പൊ അനുമോൾ പറയുമ്പോ എന്താ, അനുമോക്ക് എന്താ പെണ്ണുങ്ങളെ കണ്ണീരിന് വില കൊടുക്കാനില്ലേ? അപ്പൊ അനുമോക്ക് എന്തും പറയാ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതങ്ങനെയാണ് മോളെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് പറഞ്ഞ നുണകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വേറെ രീതിയിൽ വെള്ളപൂശുന്ന ആളുകളാണ് ഇവര്. അത്രേ ഉള്ളൂ. അനുമോള് പറഞ്ഞ നുണകളുണ്ടല്ലോ, അത് ബിഗ് ബോസിനകത്ത് കൃത്യമായിട്ട് അവൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വെക്കാൻ അറിയില്ലായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചതാ, പുറത്തുനിന്ന് പഠിച്ചതാണ്, പുറത്തുനിന്ന് ചെയ്യുന്നുള്ള വീഡിയോസ് ഇഷ്ടം പോലെ കണ്ടു. PR-ന്റെ കഥ ദൈവത്തെ പിടിച്ചു പോലെ സത്യം ഇട്ടു. അത് എത്ര തവണ ഞാൻ മാറ്റി മാറ്റി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് അനുമോള്. എന്നിട്ടാണ് അഖിൽമാരാറിനെ പോലെ ആളുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നത്. കുക്കിംഗ് അതാണ് എന്റെ ഹോബി. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ചൈനീസ് ചില്ലി ചിക്കൻ ഒക്കെയാണോ? അൽഫാം, അതും അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്റെ പൊക്കുന്നല്ല കിട്ടി, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ഫ്രണ്ട്സ് കുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പെൺകുച്ചാണ് കേട്ടോ. 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. ചില പോലും ഒരു മടിച്ചു പറയോ വീട്ടില്. അത്രേ ഉള്ളൂ. ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം നുണകൾ പ്രചരിപ്പിച്ചിട്ടാണ് ആളവിടെ നിന്നിട്ടുള്ളത്. ഒരു നല്ല ഗെയിമർ ആണെന്ന് വെച്ചാൽ നല്ല ഗെയിമർ അല്ല, 0 പെർഫോമൻസ് ആയിരുന്നു. നൂറയുടെ അടുത്ത് പോലെ തന്നെയുള്ള ഒരു യോഗ്യതയും അനുമോൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. PR ബലം കൊണ്ട് തന്നെയാണ് ജയിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നു, 70% PR, 30% ജെനുവിൻ ആയിട്ടുള്ള ആളുകളും, വേറെ ഒന്നുമല്ല ഇതില്. ഇനി ഈ കാര്യങ്ങൾ പറയുന്ന നമ്മളെയും ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയാൻ വരും. വരുന്നവർ വരട്ടെ, നമുക്കെന്ത്, അത്ര തന്നെ. അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.